ഞാൻ ഈ പിന്നെ വിജയലക്ഷ്മി നന്നായിട്ട് അനുകരിക്കുമല്ലേ? അങ്ങനെ നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ അല്ലേ? അവർ 2 ലൈൻ ഒന്ന് കേൾക്കാവല്ലേ? മൈനാകം കടലിൽ നിന്നുയരുന്നു, ശിശിരങ്ങൾ തേടുന്നു. പിന്നെ വേറൊരു പാട്ട്, ഏറ്റുമാനൂരമ്പലത്തിലെഴുന്നള്ളത്ത് മുന്നിൽ കാത്തുനിന്ന പൂവമ്പന്റെ പള്ളി നായാട്ട്, മുന്നിൽ കാത്തുനിന്ന പൂവമ്പന്റെ പള്ളി നായാട്ട്. ഏറ്റുമാനൂരമ്പലത്തിലെഴുന്നള്ളത്ത് മുന്നിൽ കാത്തുനിന്ന പൂവമ്പന്റെ പള്ളി നായാട്ട്, മുന്നിൽ കാത്തുനിന്ന പൂവമ്പന്റെ പള്ളി നായാട്ട്. ഈ വിജയലക്ഷ്മിക്ക് അപ്പം മറ്റൊരു മുഖം കൂടെ ഉണ്ട് അല്ലെ? ഒരു മിമിക്രിക്കാരുണ്ട് അല്ലെ? ഈ പിന്നെ നാട്ടുമ്പുറത്ത് ഈ രാമായണം വായിക്കുന്ന ആൾക്കാര് ഉണ്ടല്ലോ അല്ലെ? അവർ ഈ 2 പേര് രാമായണം വായിക്കുന്ന 2 പേര് തമ്മിൽ കണ്ടുമുട്ടിയാൽ എങ്ങനെയായിരിക്കും സംസാരിക്കുമെന്ന് വിജയലക്ഷ്മി പലയിടത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വേണ്ടിയും ഒന്ന് പ്രകടിപ്പിക്കാമോ? തീർച്ചയായിട്ടും. അതായത് അവര് സംസാരിക്കുന്നത് സംഗീതത്തിൽ കൂടി തന്നെയായിരിക്കും. അപ്പൊ ആ രാമായണത്തിന്റെ ആ രീതിയിൽ തന്നെയായിരിക്കും സംസാരിക്കുന്നത്. അതായത് നീയപ്പോ വന്നു, ഒരാൾ ചോദിക്കുമ്പോൾ മറ്റൊരാൾ പറയുന്നു ഞാൻ ഇന്നലെ രാവിലെ വന്നു. ഇങ്ങനെയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമാണോ ഭഗവാന്റെ. അപ്പൊ വേറൊരാൾ പറയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ സുഖമായി ജീവിച്ചു പോകുന്നു. ഈ വിജയലക്ഷ്മി ഇങ്ങനെയൊക്കെ വീട്ടിൽ സംസാരിക്കുമ്പോ ഇപ്പൊ ഒരു ഇപ്പൊ യേശുദാസ് തന്നെ പറയാറുണ്ട്, നമ്മള് ഒരു സംഗീതജ്ഞരൊക്കെ എപ്പോഴും അല്ലെങ്കിൽ സംഗീതം പഠിക്കുന്ന കുട്ടികളൊക്കെ ആയാലും തന്നെ പോലും അതിന് സംസാരത്തിലൊക്കെ ഒരു താളം ഉണ്ടായിരിക്കണമെന്ന് വിജയലക്ഷ്മിയോട് യേശുദാസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിജയലക്ഷ്മി വീട്ടിലൊക്കെ സംസാരിക്കുമ്പോ ഇത്തരത്തിലാണോ അമ്മയോടും അച്ഛനോടും ഒക്കെ എന്ന് പറയാറുണ്ട്? എങ്ങനെയാ ഒന്ന് പറയുന്നത്? പിന്നെ അമ്മയോടും അച്ഛനോടും കൂടാതെ ജയേന്ദ്ര സാറിനോട് പ്രധാനമായിട്ട് ഹലോ എന്ന് ഞാൻ പാടുമ്പോഴത്തേക്കും സാറ് ബാക്കി തുടങ്ങിക്കോളും. ഹലോ ഹലോ മകളെ വിജയന്തു പറയുന്നു, സുഖമാണോ മകളെ. അപ്പൊ ഞാനും അതുപോലെ സുഖമാണല്ലോ സാറേ, സാറിന് സുഖമാണോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഗീതത്തിലാണ് സംസാരിക്കുന്നത്. വീട്ടിലെ അമ്മയോടും അച്ഛനോടും ചിലപ്പോഴൊക്കെ പറയും. അപ്പൊ അച്ഛനും അതുപോലെ പറയും. അച്ഛനെ ഒന്ന് അനുകരിക്കാമോ? അയ്യോ അത്രയായിട്ടില്ല. അപ്പൊ അങ്ങനെ അപ്പൊ ദാസേട്ടൻ പറയുന്നത് ഈ പഴയ ഭാഗവതന്മാരൊക്കെ അരേക്കുടി രാമാനുജൻ സാർ സംഗീതത്തിൽ കൂടെ സംസാരിക്കുള്ളൂ, പത്രം വായിക്കുള്ളൂ. അപ്പൊ അതെന്താ അച്ഛനും ഇതുപോലെ ഒരു ദിവസം എന്തോ സ്വർണത്തിന് വില കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ അച്ഛനിപ്പോ പത്രം സംഗീതത്തിൽ കൂടെ വായിക്കുന്നത്. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വോക്കൽ കോഡ് അതിനു വേണ്ടി സംഗീതത്തിന് വേണ്ടി മാത്രമായിരിക്കണം. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ വേറെ ലെവലിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ പാടില്ല, സംസാരിച്ച് പാഴാക്കി കളയാൻ പാടില്ല. സംഗീതത്തിന് വേണ്ടി തന്നെ ഇരിക്കണമെന്നാണ് ഈ ഭാഗവതർ സാർ, ഈ അരേക്കുടി സാറ് പറഞ്ഞിരിക്കുന്നതാണ് എന്ന് ദാസേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ജയചന്ദ്രനോട് സംസാരിക്കുമ്പോഴേ ഈ ഫോൺ സംസാരം മുഴുവൻ ഇത്തരത്തിലായിരിക്കും, സംഗീതത്തിൽ കൂടെ കുറെയൊക്കെ പിന്നെ അല്ലാതെ സംസാരിക്കും. അത് കഴിഞ്ഞ് ശരിയായിട്ടുള്ള ഒരു വർത്തമാനത്തിലേക്കും വരും. പിന്നെ യേശുദാസിനോട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ദാസേട്ടനും അതുപോലെ തന്നെ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് ദാസേട്ടൻ പറയും. ദാസേട്ടൻ എങ്ങനെയാ പറയുന്നത്? ജഗദീശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നീ ഇപ്പോൾ നന്നായിട്ട് പേരും പ്രശസ്തിയൊക്കെ ആയിന്ന് ഞാൻ അറിഞ്ഞു. അതിൽ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന്, മൂകാംബികാദേവി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പിറന്നാളിന് വിഷ് ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നു, നിനക്ക് ആയുരാരോഗ്യ സൗഖ്യമെല്ലാം മൂകാംബിക ദേവി ഭഗവാൻ നേരിട്ട്
ഭഗവാൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയും. ഗായകരെ മാത്രമല്ലാതെ ഈ നടന്മാരെ ഒക്കെ തന്നെ അനുകരിച്ചിട്ടില്ലേ? അതില് ഏറ്റവും ഇഷ്ടം തോന്നുന്ന ആരെങ്കിലും? എനിക്കിഷ്ടം നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ ഈ ഏനുണ്ടോടി പാടിയാൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. ഏനുണ്ടോടിയ അമ്പിളിച്ചന്തം, ഏനുണ്ടോടിയ താമരച്ചന്തം, ഏനുണ്ടോടിയ മാരിവിൽ ചന്തം, ഏനുണ്ടോടിയ മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഉണ്ടാക്ക് ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ. അപ്പൊ ഈ ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്നത് നടൻ എന്ന ചിത്രത്തിലാണ് അല്ലേ? അതില് പാടിയിട്ടുണ്ട്. അതിലെ പാട്ട് നമുക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കാം. പിന്നെന്താ, അതിൽ പാടിയിട്ടുണ്ട്. ഗായത്രി വീണയില് ബീജി വായിച്ചിട്ടുണ്ട്, ഉടുക്കും വീണയിൽ തന്നെ വായിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. ഇനി എത്ര പാട്ടുകള് വന്നാൽ പോലും ഈ കാറ്റേ കാറ്റേ എന്ന പാട്ടിലൂടെ നൽകിയ സൗരഭ്യം മലയാളികൾ ഒരിക്കലും മറക്കത്തില്ല. ഞാൻ നടൻ എന്നുള്ള സിനിമയിൽ പാടിയിട്ടുണ്ട്. അത് കമൽ സാർ രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്ക് അവസരം നൽകിയത്. ഔസേപ്പച്ചൻ സാറിൻ്റെ സംഗീതം. അപ്പോൾ എനിക്ക് അതിൽ ജയേന്ദ്ര സാറിനും കമൽ സാറിനും ഔസേപ്പച്ചൻ സാറിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇനിയും വിജയലക്ഷ്മിക്ക് വീണ്ടും ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് ACV ന്യൂസ് എല്ലാവിധ ആശംസയും നേരുന്നു. ഇത്രയും ഉള്ളു തുറന്നതിന് വളരെ നന്ദി. എനിക്ക് ഇത്രയും നല്ല രീതിയിൽ പ്രോത്സാഹനം നൽകിയ ചാനലുകാർക്കും എല്ലാവർക്കും, അതുകൂടാതെ ACV ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും, എന്നെ ക്ഷണിച്ച വിജയനാഥ് സാറിനും മറ്റെല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി. നമസ്കാരം.